BF എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാവില്ല. അത് ഞാൻ ഗ്യാരണ്ടി തരാം. എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഞാനൊരു റിസർച്ച് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ റോസ്മരിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റഡ് വീഡിയോ ആട്ടോ. കാര്യം എന്നെ അറിയുന്ന കുട്ടികളായിക്കോട്ടെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, BF എൻട്രൻസ് എക്സാമിലെ തിയറി എക്സാം എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ ചേച്ചി, ഇതാണ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഈ ഇടയായിട്ട്. കാര്യം BF എൻട്രൻസ് എക്സാം അടുക്കാറായി. അപ്പോൾ എന്തായാലും ഒരു ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. 2 വർഷം മുമ്പ് ഞാൻ എൻട്രൻസ് എക്സാം എഴുതുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന അതേ ഒരു ടെൻഷനിലൂടെയും എന്താ ചെയ്യേണ്ടതെന്നൊരു ചോദ്യത്തിലൂടെയൊക്കെ ആയിരിക്കും നിങ്ങളും കടന്നു പോകുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. തിയറിന്ന് കേൾക്കുമ്പോഴേ എനിക്കൊരു പേടിയായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെ അതിന് പ്രിപ്പയർ ചെയ്തു എന്നത് ഞാൻ പറയാം. നിങ്ങൾ എന്നാണ് ഈ വീഡിയോ കാണുന്നത് അന്ന് തൊട്ട് തുടങ്ങിക്കോ. ഹിസ്റ്ററി പഠിക്കാനായിട്ട് ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും വിട്ടാൽ മതി. അപ്പൊ നമുക്ക് നോക്കിയാലോ എന്തൊക്കെ ഇതിലുള്ള പ്രധാന ഘടകങ്ങൾ, എന്തൊക്കെയാണ് ഇതിന് നോക്കണ്ടേ എന്നൊരു ചെറിയ ഷോർട്ട് നോട്ട്. കാര്യം വലുതായിട്ടൊന്നും ഞാൻ പറയത്തില്ല. എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഞാൻ എന്തൊക്കെ റിസർച്ച് ചെയ്തതെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. മാത്രമല്ല ഞാൻ എന്തൊക്കെയാ അതിൻ്റെ അത് നോക്കിവിട്ടെ. ഈ BF എൻട്രൻസ് എക്സാമില് തിയറി എക്സാം അത്ര വലിയ എക്സാം ഒന്നുമല്ല. ഈ നീറ്റ് കീമൊക്കെ പോലെ നമ്മൾ അത്ര ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ആർട്സിനെ കുറിച്ച് അറിയാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അത് ചോദിക്കുള്ളൂ. പിന്നെ നമ്മളൊരു പ്രിപ്പറേഷൻ ചെയ്തിട്ട് പോവാ എന്നത് മസ്റ്റാണ്. അത് ഞാൻ പറയാണ്. നമ്മളൊന്നും എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം എന്നും പറഞ്ഞ് നമ്മൾ എക്സാമിന് പോയി കഴിഞ്ഞാൽ പണിപാലം. അതുകൊണ്ട് നമ്മുടേതായ ഒരു ചെറിയ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുക. എന്നോട് കുറെ കുട്ടികൾ വന്ന് പറഞ്ഞ കാര്യം ഇതാണ്: എനിക്ക് BF എടുക്കാൻ വലിയ ആഗ്രഹമുണ്ട് ചേച്ചി, ഞാൻ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രാക്ടിക്കല്, പക്ഷേ തിയറിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല ചേച്ചി. ഇതിനെപ്പറ്റി ഒരാളും ഒന്നും പ്രത്യേകിച്ച് എടുത്തൊന്നും പറയുന്നില്ല. പിന്നെ BF എൻട്രൻസ് എഴുതി കഴിഞ്ഞ് കോളേജിലേക്ക് വന്നു കഴിയുമ്പോൾ ആർട്ട് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങള്, ലോക പ്രശസ്തരായ ആർട്ടിസ്റ്റുകള്, നമ്മുടെ കേരളത്തിലെ മെയിൻ ആയിട്ടുള്ള ആർട്ട് രീതികള്, അതിനെക്കുറിച്ചൊക്കെ, വെസ്റ്റേൺ ഇന്ത്യൻ ആർട്സ്, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലൊന്നും നോക്കി വിട്ടിട്ട് പോയാൽ മാത്രം മതി. പ്രാക്ടിക്കൽ എക്സാമിന് വരച്ചു പഠിക്കാം. തിയറി എക്സാമിന് എന്ത് ചെയ്യും? ഈ ഒരു ചോദ്യം എനിക്ക് വന്നു. തിയറി എക്സാമിന് ചെയ്യാനുള്ള ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് എഴുതുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. ആർട്സ് കോളേജിൽ ആർട്ട് ഹിസ്റ്ററി കൂടുതലും പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ നോട്ടൊക്കെ ഉപകാരപ്പെടും. ജീവിതകാലം ഫുൾ ഉപകാരപ്പെടുന്ന കാര്യമാണ് ഇതൊക്കെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? തിയറിക്ക് പഠിക്കുമ്പോൾ ദിവസേന ഒരു അരമണിക്കൂർ ഒരു നോട്ട് എടുക്കുക, പേന എടുക്കുക, എഴുതുക. ഇപ്പൊ മോസ്റ്റ് ഓഫ് ദ ഫേമസ് ആർട്ടിസ്റ്റ്, നമ്മുടെ ഇന്ത്യൻ ആർട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനമുള്ള ഒരു ആർട്ടിസ്റ്റാണ് രാജാ രവിവർമ്മ. രാജാ രവിവർമ്മയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലിത്തോഗ്രാഫി പ്രസ് കൊണ്ടുവന്ന് സാധാരണക്കാരിലേക്ക് എത്തിച്ചേ എന്ന് നിങ്ങൾക്കറിയാവോ? പക്ഷെ ചിലവർക്കൊക്കെ ഇതറിയാം. അവരൊക്കെ പറയും എനിക്കിതൊക്കെ അറിയാം. അത് നല്ല കാര്യം കേട്ടോ. കാര്യം ഇതൊക്കെ നമ്മൾ ആർട്സ് പഠിക്കുന്ന അല്ലെങ്കിൽ ആർട്സ് ഇഷ്ടപ്പെടുന്ന ടൈമിൽ തന്നെ ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ രാജാ രവിവർമ്മയെ കുറിച്ച് ഇപ്പൊ നമ്മൾ റിസർച്ച് ചെയ്യാം. ആർട്ടിസ്റ്റ് രാജാ രവിവർമ്മയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് റിസർച്ച് ചെയ്യുക. കുറച്ച് ആർട്ടിസ്റ്റുകളെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. കോമൺ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ കേട്ടോ. ഉറപ്പൊന്നും പറയില്ല ഇന്ന കാര്യം തന്നെയാണ് എക്സാമിന് വരിക എന്നൊന്നും ഞാൻ പറയില്ല. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം നിങ്ങൾക്കൊരു പേടി മാറ്റാൻ എന്നതാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പഠിച്ച തിയറി നമുക്ക് എളുപ്പത്തിൽ ജയിക്കാൻ പറ്റും. നമുക്ക് കുറച്ച് കുറച്ച് ഘട്ടങ്ങളായിട്ട് പഠിക്കാം. 3ആയിട്ട് തിരിക്കാം ആർട്സിനെ: ഇന്ത്യൻ ആർട്ട്, വെസ്റ്റേൺ ആർട്ട്, നമ്മുടെ കേരള ആർട്ട്. ഈ കേരള ആർട്ട് പറയാനായിട്ട് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ BF കേരളത്തിൽ എഴുതണമെങ്കിൽ കേരളത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ നോക്കി വിടുക കേട്ടോ. ഇനി പുറത്തേക്ക് BF, അതായത് കേരളത്തിന്റെ പുറത്തേക്കാണ് CUT ഒക്കെ എഴുതണം. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആർട്സ് ആണ് മെയിൻ. ഒരു 80% ആർട്സിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. പിന്നെ ഒരു 20% ഒക്കെ ആയിരിക്കും പുറത്തുനിന്നൊക്കെ ചോദ്യങ്ങൾ വരിക, PSC ക്വസ്റ്റ്യൻസ് പോലെ. അത് PSC എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. അയ്യോ അങ്ങനെയൊക്കെ വരുമോ എന്ന് പേടിക്കണ്ട കേട്ടോ. PSC എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. PSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസേ ആണുള്ളൂ. ആർട്സിനെ കുറിച്ചാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കണ്ടേ. ഓക്കെ, ആർട്സിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ റിസർച്ച് ചെയ്യാം എന്നതാണ് ഞാൻ ഇനി പറയുന്നത്. ഒത്തിരി ഉണ്ടോ അതെന്ന് ഓർക്കും. പക്ഷെ നമുക്ക് മിനിമൽ ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു ആർട്സ് ഇഷ്ടപ്പെടുന്ന ഒരാള്, BF എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അതെന്തൊക്കെയാണ് ഒരു ഐഡിയക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഓരോ കേവ്സ് ഇല്ലേ, നിങ്ങൾ കേട്ടിട്ട് കാണും. അജന്ത, എലോറ, നമ്മുടെ കേരളത്തിലെ എടയ്ക്കൽ ഗുഹ, ഇതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ കേവ്സിനെ കുറിച്ചൊക്കെ ഒന്ന് റിസർച്ച് ചെയ്യുക. മിനിയേച്ചർ പെയിന്റിങ്സ്, മുഗൾ പെയിന്റിങ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇന്ത്യൻ ആർട്ടിൽ വരുന്നുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ വരും. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാ മതി. ഓക്കെ, നമ്മൾ സെറ്റ്. അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് ഞാൻ പറയത്തില്ല.
ഒരു മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങൾ എൻട്രൻസ് എക്സാമിന് വരുന്നതിന് മുമ്പ് ഒന്ന് പ്രിപ്പറേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് വായിച്ചു വിടുക. നോട്ട് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇന്ത്യൻ ആർട്ടിസ്റ്റുകളെ കുറിച്ച് ഞാൻ പറയാം. ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾ ഒത്തിരി പേരുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പൊ ഒരു 4 പേരെ ഞാൻ എടുത്തു പറയാണ്. ഒന്നാമത്തെ നമ്മുടെ രാജാരവിവർമ്മ. രാജാരവിവർമ്മയാണ് ഓയിൽ പെയിന്റിങ് കൂടുതലും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എവിടെ? ഇന്ത്യയിൽ. എന്താണ്, ഒരു മനുഷ്യന്റെ രൂപം എങ്ങനെ ഇരിക്കണം, എങ്ങനെ കളർ ചെയ്യണം എന്നൊക്കെ ഓയിൽ പെയിന്റിംഗ് ഒക്കെ കൂടുതലായിട്ടും കൊണ്ടുവന്നത് രാജാരവിവർമ്മയാണ്. ആർട്ടിസ്റ്റ് അമൃത ശങ്കർ. ഈ ആർട്ടിസ്റ്റ് എന്നാ ചെയ്തതെന്ന് ചോദിച്ചാൽ സാധാരണക്കാരായ മനുഷ്യരെയും സ്ത്രീകളെയൊക്കെ വെച്ച് ചിത്രങ്ങൾ ചെയ്തു. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 ഗേൾസ് എന്ന് പറയുന്ന ചിത്രമുണ്ട്. നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ട്, എഴുതിയെടുത്തോട്ടോ. 3 ഗേൾസ് ഇതൊക്കെ അത്യാവശ്യം ഫേമസ് ആയ ഒരു പെയിന്റിംഗ് ആണ്. ആർട്ടിസ്റ്റ് MF ഹുസൈനെ അറിയാത്തവരായിട്ട് ചുരുക്കമായിരിക്കും. നമ്മുടെ ഇന്ത്യൻ പിക്കാസോ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം കുതിരകളെ പ്രമേയമാക്കിയുള്ള ചിത്രങ്ങളിലൂടെ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് PAG, ഇതിൽ കുറെ പേരുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഒത്തിരി വറീഡ് ആവണ്ട. ഓക്കെ, അതൊക്കെ നിങ്ങൾ BFA പഠിക്കാനായിട്ട് കോളേജ് വരുമ്പോൾ പഠിക്കും, ഉറപ്പാണ്. അഭിനീന്ദ്രനാഥ ടാഗോർ. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാരതമാത എന്ന് പറയുന്ന ഒരു ഫേമസ് പെയിന്റിംഗ് ഉണ്ട്. ഇദ്ദേഹമാണ് ബംഗാൾ സ്കൂൾ ഓഫ് ആർട്സിന്റെ സ്ഥാപകൻ. എങ്ങനെ ഇനി ഇന്ത്യൻ ആർട്ടിന് ക്വസ്റ്റ്യൻ വരിക? ഭാരതമാത വരച്ച ചിത്രകാരൻ ആരാണ്? അഭിനീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, പിടികിട്ടില്ല. അങ്ങനെ അതായത് നമ്മളൊരു ആർട്ടിസ്റ്റിനെ എടുത്തു, ആർട്ടിസ്റ്റിനെ കുറിച്ച് കുറച്ച് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് റിസർച്ച് ചെയ്ത് എഴുതി വെച്ചു, പിന്നെ അവരെ കുറിച്ച് പെയിന്റിങ്സ് നോക്കി വിടുക. അങ്ങനെ കുറച്ച് ഇന്ത്യൻ ആർട്ടിസ്റ്റുകളെ, മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ പെയിന്റിങ്സ്, അവരെ കുറിച്ച് കുറച്ച് നോട്ട്, ഇതൊക്കെ പഠിക്കുക. വെസ്റ്റേണിലും ഉണ്ട് ഇതുപോലെ കുറെ കാര്യങ്ങൾ. എന്താണ് ഇപ്പൊ എടുത്തു ചോദിക്കുകയാണെങ്കിൽ റിനൈൻസസ് നവോത്ഥന കല, റിനൈൻസസ് ജീനിയസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, ലെനാർഡോ ഡാവിഞ്ചി. കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുന്നവർക്കറിയാം. ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു ആർട്സ് ഡേയുടെ അന്ന്. ഡാവിഞ്ചിയുടെ ഒരു പിക്ചേഴ്സ് പറയുകയാണെങ്കിൽ മൊണാലിസ, ദ ലാസ്റ്റ് സപ്പർ, ഇതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. എന്താണ്, ഇപ്പം മൊണാലിസ എന്ന് അറിയാത്ത ആർട്ടിസ്റ്റുകളെ കാണില്ല. എന്നാലും ചിലവർക്കൊക്കെ ഡൗട്ട് ആയിരിക്കും, ലാസ്റ്റ് സപ്പറോ അതേത് പടം? പെട്ടെന്ന് കേൾക്കുമ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്നാ ചെയ്യണ്ടേ? നെറ്റിൽ നോക്കുക, പടം കണ്ടുപിടിക്കുക, എന്നിട്ട് ഇത് മനസ്സിലേക്ക് കയറ്റുക. ഇതാണ് ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പർ. വാങ്കോക്കിന്റെ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു പെയിന്റിംഗ് ഞാൻ പറയട്ടെ, സ്റ്റെറി നൈറ്റ്. അപ്പൊ വിൻസെന്റ് വാങ്കോക്കിനെ കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ വാങ്കോക്കിന്റെ കുറെ കാര്യങ്ങൾ വരും. പോസ്റ്റ് ഇംപ്രഷനിസം അദ്ദേഹം കൂടുതലായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ സൺഫ്ലവർ. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ എക്സാമിന് വരുന്നത് സൺഫ്ലവർ ആണ്. ഈ എക്സാമിന് 25 മാർക്കിനാണ് വന്നിരുന്നത് അന്ന് ഞാൻ എഴുതിയെന്ന്, 2 വർഷം മുമ്പ്. ഇപ്പൊ പുതിയ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ വർഷം ഇത് തന്നെയാണ് വന്നത്. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് 20 മാർക്കിന് 1 വേർഡും 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യനും ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു സൺഫ്ലവറിന്റെ പിക്ചർ തന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, ഇതിനെക്കുറിച്ച് വിവരിക്കുക. വാങ്കോക്ക് വരച്ച ചിത്രമാണ് സൺഫ്ലവർ. വിൻസെന്റ് വാങ്കോക്കിന്റെ പെയിന്റിംഗ് ചിത്രമാണ്. അതിൽ കൂടുതലും യെല്ലോവിഷ് കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ നെറ്റ് സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, ആ പൂക്കളുടെ ഓരോ ശൈലികൾ, മനസ്സിലായോ? ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. അടുത്ത ഞാൻ പറയുന്നത് മൈക്കലാഞ്ചലോ. മൈക്കലാഞ്ചലോ നമുക്ക് മോസ്റ്റ് ഫേമസ് ആളാണ്. ശില്പകലയിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയി നിൽക്കുന്ന ഒരാളാണ് വെസ്റ്റേൺ ആർട്ടില്. അദ്ദേഹത്തിന്റെ 2 വർക്കുകൾ പറയുകയാണെങ്കിൽ ഈശോനെ മടിക്കടുത്തിയുള്ള മാതാവിന്റെ ശില്പം, പിയാത്ത. അതുപോലെ തന്നെ ഡേവിഡ്, അദ്ദേഹത്തിന്റെ വേറൊരു വർക്കാണ് പാബ്ലോ പിക്കാസോ. നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ഇന്ത്യൻ പിക്കാസോ എന്ന് പറയുന്നത് ആരാണ്? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ വന്നോ? MF ഹുസൈൻ. നിങ്ങൾ പഠിച്ചു, ഇത്രേ ഉള്ളൂ. അപ്പൊ പാബ്ലോ പിക്കാസോയുടെ ക്യൂബിസം എന്ന് പറയുന്ന ആർട്സ് ലോകത്ത് വേണ്ടി കൊണ്ടുവന്നതും ജിയോമെട്രിക്കൽ ഷേപ്പിലേക്ക് മാറ്റി വരച്ച് അത് ലോകത്തിലേക്ക് കൊണ്ടുവന്ന മെയിൻ ആയിട്ടൊരു ആർട്ടിസ്റ്റ് തന്നെയാണ് പാബ്ലോ പിക്കാസോ. ഇപ്പൊ ഈ 4 പേര് ഞാൻ പറഞ്ഞ, ഈ 4 പേര് മോസ്റ്റ് ഫേമസ് ആൾക്കാരാണ്. ഇവരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ആർട്ടിസ്റ്റുകളെ അറിയണം എന്നുണ്ടെങ്കിൽ നോക്കുക. ഇപ്പൊ ക്ലൗഡ് മോണറ്റ് ഉണ്ട്, റാഫേൽ ഉണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെ കുറിച്ചൊക്കെ നോക്കുക. കേരളത്തിലെ മെയിൻ ആയിട്ടൊരു ആർട്ടാണ് മ്യൂറൽ പെയിന്റിംഗ്. ഈ മ്യൂറൽ പെയിന്റിങ്ങില് എന്താണ്, നാച്ചുറൽ കളേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 5 വർണ്ണങ്ങൾ യൂസ് ചെയ്തിരുന്നു. 5 കളേഴ്സ്: പച്ച, മഞ്ഞ, ചുവപ്പ്, വെള്ള, കറുപ്പ്. ഈ 5 കളേഴ്സ്. ഇങ്ങനെ കുറച്ച് ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. കേരളത്തിലെ കുറച്ച് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തുവാണെങ്കിൽ KCS പണിക്കർ. ചെന്നൈയിലെ ഏറ്റവും പ്രശസ്തമായ ചോളമണ്ഡലം ആർട്ടിസ്റ്റ് വില്ലേജ് സ്ഥാപിച്ചത് KCS പണിക്കരാണ്. കാനായി കുഞ്ഞിരാമന്റെ 2 ആർട്ട് വർക്ക് ഞാൻ പറയാം. മലമ്പുഴയിലെ യക്ഷി, അതുപോലെ തന്നെ ശംഖുമുഖത്തിലെ മത്സ്യകന്യക. ഭീകരമായ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ഒരു ആർട്ടിസ്റ്റാണ് A രാമചന്ദ്രൻ.
അദ്ദേഹത്തിന്റെ യായാത്തി എന്ന പെയിന്റിങ് വേൾഡ് ഫേമസ് ആണ്. ഫേമസ് ആയിട്ടുള്ള നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ, ഇന്ത്യൻ ആയിക്കോട്ടെ, വെസ്റ്റേൺ ആയിക്കോട്ടെ, കേരള ആയിക്കോട്ടെ, ഞാൻ കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് പോവുക. ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഉപകാരപ്പെടും. എലമെന്റ്സ് ഓഫ് ആർട്സ്, ലൈന്, ഷേപ്പ്, ടെക്സ്ചർ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ റിസർച്ച് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക. അടുത്ത വരുന്നതാണ് കളർ തിയറി. പ്രൈമറി, സെക്കൻഡറി, കോംപ്ലിമെന്ററി കളേഴ്സ്, അതുപോലെ തന്നെ വാം ആൻഡ് കൂൾ കളേഴ്സ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. എന്തേലും പുസ്തകങ്ങൾ വേണം, പുസ്തകങ്ങളിലൂടെ പഠിക്കുന്ന പോലെ ആർട്സ് അങ്ങനെ റിസർച്ച് ചെയ്ത് പഠിച്ചിട്ട് ശരിയാവുന്നില്ല എന്നുള്ളവർക്ക് ഞാൻ 2-3 ബുക്കുകൾ റെക്കമെൻഡ് ചെയ്യാം. ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ബുക്കാണ്. ഇത് വായിക്കണം എന്ന് തോന്നുന്നു. ഇപ്പം നല്ലൊരു ബുക്കാണ്, ഞാനിങ്ങനെ കേട്ടു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകണമെങ്കിൽ നമ്മുടെ വിജയകുമാർ മേനോൻ സാറിന്റെ ചിത്രകല, ചരിത്രവും രീതികളും, അതുപോലെ തന്നെ ഭാരതീയ ചിത്രകല എന്ന് 2 ബുക്കുകളുണ്ട്. അത് രണ്ടും ഒന്ന് വായിച്ചിടുക. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവും. പിന്നെ പണ്ട് ഈ ബുക്ക് നിങ്ങളെ കാണിക്കണം എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് മേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്ര മേടിക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷെ ആസ് എ ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണ്. ഓക്കെ, ഈ എക്സാമിനായിട്ടല്ല കേട്ടോ, അല്ലാണ്ടൊരു ബുക്കാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, വെസ്റ്റേൺ ആർട്ടിസ്റ്റുകളെ കുറിച്ചാണ് ഈ ബുക്ക്. അപ്പൊ ഇതിൻ്റെ അകത്ത് കുറച്ച് നല്ല നല്ല ആർട്ടിസ്റ്റുകളുടെ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഞാനൊന്ന് വായിച്ചിട്ട് പോയത്. ലോക പ്രശസ്ത ചിത്രകാരന്മാർ, രാജൻ തുവാരയുടെ ഒരു ബുക്കാണ് ഇത്. എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് കോളേജിലല്ല, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമില് വരയ്ക്കുമായിരുന്നു അത്യാവശ്യം നന്നായിട്ട്. അപ്പൊ എനിക്ക് പപ്പ ഇങ്ങനെ ഒരു ബുക്ക് സ്റ്റോളിൽ പോയപ്പോൾ മേടിച്ചു തന്നതാണ് വായിക്കാനായിട്ട്. അന്ന് ഇത്രയും വലിയ ബുക്ക് ഇത്രയും കട്ടിയെന്ന് കണ്ട് പടങ്ങളൊക്കെ നോക്കി വിടും. പടങ്ങളൊക്കെ രസമാണ്. ഇതുണ്ടോ, പിക്ചേഴ്സൊക്കെ ഉണ്ട് ആർട്ടിസ്റ്റുകളുടെ. അപ്പൊ ഇതൊക്കെ നോക്കി വിടും. പക്ഷെ ഇങ്ങനെ വായിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടായിരുന്നു. പക്ഷെ ഇത് എൻട്രൻസിന് എനിക്ക് അത്യാവശ്യം ഉപകാരപ്പെട്ടു കേട്ടോ. കുറെ ആർട്ടിസ്റ്റുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ പുസ്തകങ്ങളിലൂടെ പഠിക്കണം എന്ന ആഗ്രഹമുള്ളവര് സാറിന്റെ ബുക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. വിജയകുമാർ മേനോൻ സാറിന്റെ. കാര്യം ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കുറെ അധികം സെർച്ച് ചെയ്തപ്പം എനിക്ക് ഈ ബുക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ ആലോചിക്കുക. പിന്നെ നമ്മുടെ ഓൺലൈനായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഇതുപോലത്തെ ബുക്സ് നിങ്ങൾ മേടിച്ചെന്നോർത്ത് നഷ്ടമൊന്നുമില്ല. കാര്യം നല്ലതാണ്. CUT എഴുതാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ നല്ലതാണ്. CUT എഴുതണം എന്നൊരു ചിന്ത നിങ്ങൾക്ക് കാണൂലേ? കേരള BFA എക്സാമിന് വേണ്ടാട്ടോ, ആ ഒരു ചിന്ത എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ CUTക്ക് അപ്ലൈ ചെയ്യാൻ വരെ പോയി. പക്ഷെ അന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, CUTയുടെ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടോന്ന് ചോദിച്ചാൽ നല്ലതാണ്, പഠിക്കാൻ നല്ലതാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിക്ക് ആർട്സിന്റെ ബുക്ക് എല്ലാം നല്ലതാണ്. ഒരു ബുക്ക് നിങ്ങൾ എൻട്രൻസ് എക്സാമിന് വേണ്ടി ഇങ്ങനത്തെ ബുക്ക് മേടിച്ച് പൈസ കളയണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഇനി പുസ്തകങ്ങൾ മാത്രം വെച്ച് പഠിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈബ്രറീസ് ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ എടുത്ത് റിസർച്ച് ചെയ്യുക, എന്നിട്ട് പഠിക്കുക. അങ്ങനെ ഓൺലൈൻ വഴി പഠിക്കാൻ താല്പര്യമില്ല, ബുക്കിലൂടെ പഠിക്കണം എന്ന ആഗ്രഹമുള്ളവര്, അത് നല്ല കാര്യം കേട്ടോ. ഞാൻ അതിനെ കുറ്റമൊന്നും പറയുന്നില്ല, നല്ല കാര്യമാണ് പുസ്തകത്തിലൂടെ പഠിക്കുന്നത്, ഏറ്റവും നല്ല കാര്യമാണ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടോ ചേച്ചി? ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞൊരു വീഡിയോസിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇത് റിവിഷൻ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവം ഞാൻ എൻ്റെ കോളേജ്, അതായത് തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജ് ഞാൻ വിസിറ്റ് ചെയ്തായിരുന്നു. നല്ലൊരു കാര്യമാട്ടോ കോളേജൊക്കെ വിസിറ്റ് ചെയ്യുക എന്നത്. നിങ്ങൾ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ, ഇനിയിപ്പോ BFA ഇപ്പോ ഈ വർഷം എഴുതുന്നില്ല, അടുത്ത വർഷത്തേക്ക് നോക്കുന്നവരാണെങ്കിൽ കൂടെ അവിടെ ചെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കിട്ടും. കാര്യം എനിക്ക് അങ്ങനെ ആട്ടോ കിട്ടിയത്. ഞാൻ കോളേജിൽ വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു സാറാണ് എനിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അയച്ചു തന്നത്. അപ്പൊ ഞാൻ ആ ഡോക്യുമെന്റ് കുറെ തപ്പിട്ടോ, ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനത് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സൈറ്റിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ്. കാര്യം സൈറ്റിൽ ഞാനന്ന് നോക്കിയപ്പോൾ സൈറ്റിലൊക്കെ പിന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. പിന്നെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പം scribd.com ഞാൻ താഴെ കൊടുത്തേക്കാം, അത് ഞാൻ കയറി ഒന്ന് നോക്കി. അപ്പം ഫൈനാൻസിന്റെ കുറച്ചധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. പക്ഷെ അത് വായിച്ചു നോക്കിയപ്പം നല്ലതാണ്. നിങ്ങൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ, അതായത് പരീക്ഷയ്ക്ക് ഒരു 2-3 ആഴ്ച മുമ്പ് തൊട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, വായിച്ചു വിടുക. scribd.com നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് പൈസ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഡൗൺലോഡ് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് കയറി വായിച്ചു നോക്കിയതുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് വായിച്ചു നോക്കിയാൽ മതിയെങ്കിൽ വായിച്ചു നോക്കുക, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് എഴുതുക. പിന്നെ ആൻസേഴ്സ് കിട്ടാത്ത ഉണ്ടെങ്കിൽ
അതും നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. കുറച്ച് പാടാണ്, പക്ഷെ നിങ്ങൾ ദിവസേന 1 മണിക്കൂർ ഇരിക്കണേൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. എൻട്രൻസിന്റെ തിയറിക്ക് വരുമ്പോൾ എന്തായാലും ഉപകാരപ്പെടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവിഷൻ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ അത് മാത്രമായിട്ട് നിങ്ങൾ ഒതുങ്ങിപ്പോവരുത്. കാര്യം അത് മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന ക്വസ്റ്റ്യൻ വരുമെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയല്ല വരുന്നത് സത്യത്തില്. പക്ഷെ നമുക്ക് പഠിച്ചു കഴിഞ്ഞൊരു കോൺഫിഡൻസിന് ക്വസ്റ്റ്യൻ വായിക്കുമ്പം ഇത് ഇന്ന കാര്യമല്ലേ എന്ന് മനസ്സിലാവുമ്പോൾ രക്ഷപ്പെട്ടു, കുറച്ചൊക്കെ അറിയാം എന്നൊരു ആശ്വാസം കിട്ടും നിങ്ങൾക്ക്. മാത്രമല്ല ഒരു പ്രിപ്പറേഷൻ ആവും. എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പൊ എളുപ്പം നിങ്ങൾ കോളേജൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക, അവിടുത്തെ സീനിയേഴ്സിനോടൊക്കെ ഒന്ന് ചോദിക്കുക. അപ്പൊ അവരൊക്കെ പറഞ്ഞുതരും എന്തൊക്കെയാ അങ്ങനെ പഠിക്കണ്ടേ, അങ്ങനെയൊക്കെ പറഞ്ഞുതരും. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ നെറ്റ് റിസർച്ച് ചെയ്യുക, സൈറ്റിൽ കയറി നോക്കുക. പക്ഷെ ഡൗൺലോഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് നോക്കുക, എഴുതുക. പിന്നെ CUT BF എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസും നല്ലതാട്ടോ. കളർ തിയറി, എലമെന്റ്സ് ഓഫ് ആർട്സ്, അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളെ കുറിച്ച് ഒക്കെ നല്ലതാണ്. നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ അങ്ങ് മാറി കിട്ടിയില്ലേ, എങ്ങനെയൊക്കെ നോക്കാം, എവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും എന്നത്. എന്റെ കയ്യിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡോക്യുമെന്റ്സ് ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ എന്റെ കയ്യിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അയച്ചുതരാം. അത് മാത്രം പഠിച്ചിട്ട് നിങ്ങൾ നിൽക്കുകയും ചെയ്യരുത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ. മനസ്സിലാക്കി പഠിച്ചാലേ നിങ്ങൾക്ക് എൻട്രൻസിന് എളുപ്പം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്രയും വലിയ ആന കുതിര കേസൊന്നും അല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ശരിക്കും പറഞ്ഞാൽ റിലാക്സ് ആയിട്ട് പഠിച്ചു തുടങ്ങിയാൽ മതി. എന്ന് വീഡിയോ കാണുന്നോ അന്ന് തൊട്ട് കറക്റ്റ് 1 മണിക്കൂർ, എങ്ങനെ പോയാലും 1 മണിക്കൂർ നിങ്ങൾ ഫോണിലൂടെയോ പുസ്തകങ്ങളിലൂടെയോ പഠിക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, കുറെയൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ പഠിക്കേണ്ടതെന്ന് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും, ഒരു പേടി നിങ്ങൾക്ക് മാറിക്കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഈ ഒരു വീഡിയോ കണ്ടവർക്ക്, ഇതുവരെ കണ്ടവർക്ക് എന്തായാലും അത് ഉപകാരപ്പെടും. കേരള ഫൈൻ ആർട്സ് എൻട്രൻസ് എക്സാം നടത്തുന്നത് ആരാന്നറിയോ? DTE കേരള, ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഇവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാലും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുമെന്നാണ് അറിയാൻ സാധിച്ചത്, ഞാൻ നോക്കിയില്ല. അപ്പൊ ആ ഒരു ടൈം ആവുമ്പം, എക്സാമിന്റെ ആ ടൈം ആവുമ്പം അവർ അപ്ലോഡ് ചെയ്യുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ടൈം ആവുമ്പോൾ നോക്കിയാൽ മതി. പിന്നെ ഇതിലൂടെയാണ് നമുക്ക് അഡ്മിഷന്റെ കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നത്, DTE കേരള. ഓക്കെ, പിന്നെ വരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിട്ടുപോയ ഒരു കാര്യം ഞാൻ പറയാം. കണ്ടംപററി ആർട്ട് എക്സിബിഷൻ എവിടെ ആദ്യമായിട്ട് നടന്നതെന്ന് അറിയാവോ? കേരളത്തിലാ, കൊച്ചി ബിനാലെ. ഇന്ത്യയിലെ ആദ്യത്തെ സമകാലിക കലാപ്രദർശനം നടത്തുന്നത് നമ്മുടെ കൊച്ചിയിലാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഇപ്പോഴത്തെ കുറച്ച് കാര്യങ്ങൾ, ആർട്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് അറിയോ? ഈ ഒരു വർഷത്തെ, അതായത് ഈ വർഷം നിങ്ങൾ എക്സാം എഴുതുകയാണ്, ഈ വർഷത്തെ ഓരോരോ ന്യൂസുകൾ കാണും. അതായത് മോസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണപ്പെട്ട ഹെഡ്ലൈൻസ്, ചിത്രങ്ങളെ കുറിച്ചും ചിത്രകാരന്മാരെ കുറിച്ചും കലകളെ കുറിച്ചൊക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്ത് ഇത് പഠിച്ചു വെച്ചേക്കുക, അല്ലെങ്കിൽ വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, റിസർച്ച് ചെയ്തേക്കുക. അപ്പം എല്ലാം തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി ലോങ് വീഡിയോ ആയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ മടുത്തു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ BFA ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. തിയറി ഇത്രയും പേടിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് പറ, ഈ ചേച്ചി പറയുന്ന പോലെ ഒന്ന് പഠിച്ചു നോക്കുന്നു പറ. മാത്രം പഠിച്ചാൽ മതി എന്ന് ഞാൻ ഒരിടത്തും പറയില്ല. കാര്യം ആർട്സ് എന്ന് പറയുന്നത് ഒരു ഒരു വലിയൊരു സംഭവമാണ്. മുമ്പ് പറഞ്ഞാല് വലിയൊരു സംഭവമാണ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചാലും തീരില്ല. ഒന്നാമത്തെ കാര്യം കൂടുതലുണ്ട്. പക്ഷെ നിങ്ങളൊരു മിനിമം ഒരു ആർട്ടിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ, മിനിമം ഒരു ആർട്ട് സ്റ്റുഡന്റ് എന്ന രീതിക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് പഠിച്ചിട്ട് വരിക എൻട്രൻസ് എക്സാമിന്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ഒരു മനോധൈര്യം ഉണ്ടാവും. അപ്പൊ പ്രാക്ടിക്കലും മറക്കണ്ട, പ്രാക്ടിക്കൽ നല്ല രീതിക്ക്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് തിയറി മസ്റ്റ് അല്ലേ എന്നോർത്ത് പ്രാക്ടിക്കൽ ഒരുപ്പിയേക്കരുത്. പ്രാക്ടിക്കൽ നല്ല രീതിക്ക് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കാര്യം ഞാൻ BFA സ്റ്റുഡന്റ് ആണ്. ഇതെന്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു പ്രിപ്പറേഷൻസ് മാത്രമല്ല, ഇത് എൻ്റെ ഒരു നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എങ്ങനെയൊക്കെ ഒരു സീനിയർ എന്ന രീതിക്ക് എങ്ങനെയൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നതാണ് ഞാൻ ഇവിടെ നോക്കുന്നത്. കാര്യം നിങ്ങൾക്കത് കൂടുതൽ ഉപകാരപ്പെടും. എനിക്ക് എൻ്റെ കാലത്തൊന്നും എൻ്റെ സമയത്തൊന്നും എനിക്ക് ഇത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഗൈസ്. ഓൾ ദ വെരി ബെസ്റ്റ് എക്സാമിന്. എന്നാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അന്നോട്ടിരുന്ന് പഠിച്ചോളുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ച നോട്ടൊക്കെ വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി എനിക്ക് കേട്ടോ, ഞാൻ അയച്ചു തരാം. BFA എൻട്രൻസ് എക്സാം പേടിക്കാണ്ട് പഠിക്കുകയല്ല, വായിച്ച് മനസ്സിലാക്കുക. കുത്തിയിരുന്ന് പഠിച്ചാൽ ഒന്നും തലേ കയറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ ആർട്ടിസ്റ്റുകളെയും അവരുടെ ആർട്ട് വർക്കുകളെയും ഒക്കെ എടുത്തിട്ട് അതിനെക്കുറിച്ച് കൂടുതലും മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും എക്സാം ഈസി ആയിരിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്ന് കമന്റ് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ
അയച്ചു കൊടുക്കുക. ഒരു മിനിമം മാത്രമാണ്, ഇതെങ്കിലും നിങ്ങളൊന്ന് നോക്കി വിട്ടിട്ട് വരണം എന്ന് മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നത്. ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ BFA ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അടിപൊളിയായിട്ട് പോയി എഴുതുക. എൻട്രൻസ് പേടിക്കേണ്ട ആവശ്യമില്ല. പഠിച്ചു തുടങ്ങുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടിക്കൽ പ്രാക്ടീസ് ചെയ്യുക. തൃശ്ശൂരാ വരുന്നെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.